എന്നെയൊക്കെ എന്തോരം കളിയാക്കിയിട്ടുണ്ട്. നന്നാവാനായിട്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ ഒരു മാസ്റ്റർമാരും നമ്മളെ വഴക്ക് കളിയാക്ക് അയ്യോ ഈശ്വരോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെ വേദികൾ എവിടെ നിന്നൊക്കെ നമ്മള്. ഞാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇൻസൾട്ടിങ് അനുഭവിച്ചിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്. ഇപ്പഴ സിനിമയിലെത്തിയതിനു ശേഷമല്ല, ഇതിനു മുമ്പ് ഇഷ്ടം പോലെ അയ്യോ ഇഷ്ടം പോലെ. നമ്മൾ ഒരു 100-200 അടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചെന്ന് വിടും, നാടകത്തിന്റെ വർക്ക്ഷോപ്പിലൊക്കെ. അവിടെ നിന്നൊക്കെ നമ്മള് വളരെ ഇതായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം തിന്നാണ് നമ്മൾ ചീർക്കുന്നത്. അതെ അതെ. നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആരും അവരുടെ അന്ന് അങ്ങനെ വഴക്ക് കിട്ടിയത് കൊണ്ടാണ്, അല്ല അന്ന് അങ്ങനെ വഴക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ ഡാൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നലുണ്ടായത്. അതുകൊണ്ടിപ്പോ റീൽ സ്റ്റാർ ആയല്ലോ. നാളെ സിനിമയിൽ സ്റ്റാർ ആവും. തന്ന കാശ് ഈ ഒരു കാലഘട്ടത്തില് ഇനി വരുന്ന പുതിയ ആളുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്കൊന്ന് നിങ്ങളെ വന്ന ആ ഒരു വിഷമോ അല്ലെങ്കിൽ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഈസി ആയിരുന്നു അല്ല സിനിമയിലെത്തി. ഒരു പടം ചെയ്തു ഹിറ്റ്, പിന്നെ ഒരു പടം ചെയ്തു അത് സൂപ്പർ ഹിറ്റ്. ഇങ്ങനെ വലിയ വിഷമം ഉണ്ടായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ.